അപകടത്തിൽ മരിച്ച അവയവങ്ങൾ ദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ. കൊല്ലം പേരൂർ സ്വദേശി അരുണിന്റെ അവയവങ്ങൾ 5 പേർക്കാണ് ദാനം ചെയ്തത്. 3 വർഷത്തിനിപ്പുറം എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അരുണിന്റെ ഭാര്യയും മകളും. ആൻമോളുടെ ഈ വാക്കുകൾ കേൾക്കാൻ പപ്പ ഇല്ല എന്ന് അവൾ അറിയുന്നില്ല. പിതാവ് ഗൾഫിൽ ജോലി ചെയ്യുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. 2018 ഡിസംബറിലായിരുന്നു അരുൺ വർഗീസിൻ്റെയും ഗീതുരാജിൻ്റെയും വിവാഹം. 2020 മെയ് മാസം 5-ാം തീയതി അപകടത്തിൽ അരുൺ മരിച്ചു. മകൾക്ക് പ്രായം 5 മാസം. മാരേജ് നടന്നത് 2018 ഡിസംബർ 13-ന്. ആക്സിഡൻറ്റ് നടക്കുന്നത് 2020 മെയ് 5-ന്. ഇല്ല അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. കിട്ടാത്ത കാരണം ഇതാണ്, അവർ റിലേറ്റീവ് തമ്മിലുള്ള ഒരു ഇഷ്യൂ ആയതുകൊണ്ടാണ്. ഹസ്ബൻഡിനെതിരെ കേസ് വന്നപ്പോൾ ഞങ്ങൾ അഞ്ചാലുംമൂടി സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞാൽ നമ്മൾ വീണ്ടും പ്രശ്നത്തിന് പോകേണ്ട, നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കേണ്ട അവസ്ഥയാവുമെന്ന് പറഞ്ഞു. കേസ് അങ്ങനെയാണ് പോയിരിക്കാമെന്ന് പറഞ്ഞു. മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ അവയവദാനത്തിന് ഗീതു സമ്മതപത്രം ഒപ്പിട്ട് നൽകി. എൻ്റെ പൂർണ്ണ സമ്മതം ഡോക്ടർ എന്നോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം നമുക്ക് അതിൻ്റെ ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥയല്ലായിരുന്നു. പിന്നെ അതൊക്കെ റിക്കവർ ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് നാളെടുത്തു. പിന്നെ ഈ 2022 ആ വർഷത്തിലാണ് അറിയുന്നത് 5 പേർക്കാണ് അവയവദാനം ചെയ്തതെന്നൊക്കെ. 5 പേർക്കാണ് അവയവങ്ങൾ നൽകിയെന്ന വിവരം കുടുംബം ഈ അടുത്താണ് അറിയുന്നത്. ഗീതുവിനും മകൾക്കും അരുണിന്റെ വീട്ടിൽ നിന്നോ മറ്റെവിടെയെങ്കിലും നിന്നോ യാതൊരു സഹായവും ലഭിച്ചില്ല. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഗീതുവിന്റെ ശബ്ദ സന്ദേശം കേട്ടാണ് പലരും കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയത്. എൻ്റെ പേര് ഗീതു എന്നാണ്. എനിക്ക് വിധവാ പെൻഷൻ കിട്ടിയിട്ട് ഇപ്പോൾ 5 മാസത്തോളമായി. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലിപ്പോൾ മോൾക്ക് സ്കൂൾ ഫീസ് അടയ്ക്കണമായിരുന്നു. ഒരു 500 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു അത്. ഗീതു ഇപ്പോൾ അമ്മയോടൊപ്പം താമസിക്കുന്ന വീട് ഏത് സമയവും ജപ്തി ചെയ്യാവുന്ന അവസ്ഥയിൽ. ജപ്തി ഒഴിവാക്കണമെങ്കിൽ വിവാഹാവശ്യത്തിനെടുത്ത ലോൺ 2 ലക്ഷത്തോളം രൂപ അടിയന്തരമായി തിരിച്ചടയ്ക്കണം. എൻ്റെ അമ്മ ചോദിക്കണം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോകും. നമ്മുടെ ബുദ്ധിമുട്ട് നമ്മളിങ്ങനെ അങ്ങ് പോകും. നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്ര വലിയൊരു സംഭവമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചാരിറ്റി ഇൻഫോം ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്തെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യും, അതൊന്നും നമുക്കറിയില്ല. ഒരാൾ നമ്മളോട് ജീവിക്കണമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്ന് കരുതിയിട്ട് നമ്മളങ്ങനെ ദാനം ചെയ്തതാണ്. അത് ഇത്ര പബ്ലിസിറ്റി ആവാനും അല്ല ഞങ്ങൾ ചെയ്തതാണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ക്യാഷ് വേണമെങ്കിൽ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറയായിരുന്നു. നമ്മൾ അന്നും അങ്ങനെ ഇൻഫോം ചെയ്തിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ആരും നമ്മളെ വിളിച്ചിട്ടേ ഇല്ല. ഭർത്താവ് നഷ്ടപ്പെട്ട ആഘാതത്തിൽ നിന്ന് മോചിതയായ ഗീതു ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നുണ്ട്. മകളെ നന്നായി പഠിപ്പിക്കണം. ജപ്തിയിലായിരിക്കുകയാണ്. അവരെപ്പോൾ ബാങ്കുകാർ വന്നാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അവരവസ്ഥയിലായിരിക്കുക. നമുക്കിത് ജപ്തി ഒന്ന് മാറണം. പിന്നെ എനിക്കൊരു ജോലി കിട്ടി എൻ്റെ മകളുടെ സ്റ്റഡി നോക്കാൻ നടക്കണം, അത്രേ ഉള്ളൂ. ജോലിയാണ് ഏറ്റവും വലിയ ആവശ്യം. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട അരുൺ അവയവങ്ങൾ ദാനം ചെയ്തതിലൂടെ ഇന്നും ജീവിക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടിലായ കുടുംബം ഇനി മുന്നോട്ടെന്ത് എന്നുള്ള ചോദ്യത്തിലാണ്. കൊല്ലത്ത് നിന്ന് ക്യാമറ പേഴ്സൺ മനോജ് പിയലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.